ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സിമ്പിൾ അവിയലാണ് കേട്ടോ. അവിയലിനുള്ള എല്ലാ കഷ്ണങ്ങളും അറിയാമല്ലോ. അവിയലിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ചേന, കായ, കുമ്പളങ്ങ, അങ്ങനെ അവിയലിന് വേണ്ട എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനകത്ത് ഒരു പാത്രത്തിലോട്ട്, ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കുന്നത് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ നിൽക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം ഈ പച്ചക്കറിയിലെ വെള്ളം തന്നെ ഉള്ളതുകൊണ്ട് അത് വെച്ച് വെന്തോളും. ഓക്കെ, അതിന് ശേഷം ഇതിന് വേണ്ട അരപ്പുകളാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ, കൊച്ചുള്ളി, ജീരകം, പിന്നെ പച്ചമുളക്. ഇത് നല്ല മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാടൊന്നും അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഇപ്പോൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പം അവിയൽ ഏകദേശം കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സമയമാകുമ്പോഴാണ് ഞാൻ സാധാരണ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേകാൻ വെച്ചു. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച തേങ്ങ അവിയലിനോട്ടിട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് പൊത്തി വെക്കുക. ഇളക്കമൊന്നും വേണ്ട, ജസ്റ്റ് അങ്ങനെ ഒന്ന് പൊത്തി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വെക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി. അപ്പോൾ അത് അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ട തൈരുണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ അവിയൽ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ലാസ്റ്റ് സ്റ്റേജിൽ അവിയലിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ പച്ച വെളിച്ചെണ്ണ എടുത്ത് അതിന് ചുറ്റും നന്നായിട്ടൊന്ന് ഒഴിക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ വിതറിയിടുക. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിൾ അവിയൽ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇത് ഞാനിനി വേറെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യും.